നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയ് കരൂരിൽ സന്ദർശനം നടത്തുന്നതിന് പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാലാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള TVKയുടെ ഹർജി പരിഗണിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. അതിനിടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41 ആയി. കരൂരിലേക്ക് പോകാൻ പോലീസ് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ വിജയ് ചെന്നൈയിലെ നീലങ്കരയിലെ വീട്ടിൽ നിന്ന് കാറിൽ പുറത്തിറങ്ങി. കരൂരിലേക്ക് പോകുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു വിജയുടെ യാത്ര. എന്നാൽ ചെന്നൈയിലെ പട്ടിനംപാക്കത്തെ വീട്ടിലേക്കായിരുന്നു അത്. ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് തമിഴക വെട്രിക്കഴകം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടം നടക്കുന്നതിന് തൊട്ടുമുൻപ് ആൾക്കൂട്ടത്തിലേക്ക് കല്ലേറുണ്ടായെന്നും സംഘർഷശ്രമം നടന്നതായി സംശയമുണ്ടെന്നുമാണ് ഹർജിയിലെ വാദം. ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നുമാണ് TVKയുടെ ആവശ്യം. TVKക്കെതിരെയും മദ്രാസ് ഹൈക്കോടതിയിൽ 2 ഹർജികൾ വന്നു. TVKയുടെ ഭാവി പ്രചാരണ പരിപാടികൾക്കൊന്നും അനുമതി നൽകരുതെന്നാണ് ആദ്യത്തെ ഹർജി. TVKയുടെ രജിസ്ട്രേഷനും അംഗീകാരവും റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് രണ്ടാമത്തെ ഹർജി. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് മരിച്ചവരുടെ കുടുംബത്തെയും പരിക്കേറ്റവരെയും സന്ദർശിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ, ജില്ലാ കളക്ടർ എന്നിവർക്കൊപ്പമായിരുന്നു സന്ദർശനം. ദുരന്തത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 65 വയസ്സുകാരി സുഗുണ ഇന്ന് മരണത്തിന് കീഴടങ്ങിയതോടെ മരണസംഖ്യ 41 ആയി. നിലവിൽ 51 പേരാണ് ചികിത്സയിലുള്ളത്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. 55 പേർ ആശുപത്രി വിട്ടു. മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി സ്റ്റാലിനുമായി ഫോണിൽ സംസാരിച്ചു. അപകടത്തിന് ശേഷം വിജയ് വീട്ടിലേക്ക് മടങ്ങിയ നടപടി വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കരൂരിൽ പലയിടത്തും വിജയിയെ കൊലപാതകയാക്കി ചിത്രീകരിക്കുന്ന പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. TVK സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി CT നിർമ്മൽകുമാർ എന്നിവർക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മറ്റുള്ളവരുടെ ജീവൻ അപായപ്പെടുത്തുക, കുറ്റകരമായ നരഹത്യക്കുള്ള ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.